ചുമയും കഫവും ഒക്കെ വേരോടെ പിഴുതെറിയാനുള്ള ഒരൊറ്റ മുറയാണ് കേട്ടോ ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഒരു സവാളയും ഒരു ചെറുനാരങ്ങയും തേനും എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സവാള ഒന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ലോണം കഴുകിയെടുത്തിട്ട് അതിൻ്റെ ഒരു പകുതി ഭാഗം മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് ഒന്ന് അരിപ്പയിലൂടെ ഒന്ന് നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ആ ഒരു സവാളേൻ്റെ നീര് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ചെറുനാരങ്ങേൻ്റെ നീരാണ്. നമ്മൾ ഒന്നാ എടുത്ത് വെച്ചത് അതിൻ്റെ പകുതി മതിയാകും. അപ്പോൾ ഒരാൾക്ക് കഴിക്കുന്ന ഒരു നേരം കഴിക്കാൻ പറ്റുന്ന അളവാട്ടോ ഇത്. ഒരു സവാളേൻ്റെ പകുതിയും അതുപോലെ ചെറുനാരങ്ങേൻ്റെ പകുതിയും മതിയാകും. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഡബിൾ ബോയിൽ ചെയ്താൽ മതി കേട്ടോ. ഒരു ചൂടാകുന്ന വെള്ളത്തിൽ വെച്ചിട്ട് ഈ പാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അതിനുശേഷം നമ്മളിതിലേക്ക് ചേർക്കുന്നത് തേനാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ ഇങ്ങൾക്ക് ചേർക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് രാവിലെ നമുക്ക് വെറും വയറ്റിൽ കഴിക്കാം. അതുപോലെ രാത്രി ഭക്ഷണശേഷവും കഴിച്ചാൽ മതി. അപ്പോൾ രാവിലെ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. നമ്മൾ ആ ഒരു കഫമൊക്കെ ചുമയും അതുപോലെ കഫമൊക്കെ നന്നായിട്ട് പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഒരുപാട് പേര് കഷ്ടപ്പെട്ട് കാണുന്നുണ്ട് ചുമയും കഫവും ഒക്കെ ആയിട്ട്. അപ്പോൾ ഞാനും അതുപോലെ ഒരു മാസമായിട്ട് കൊണ്ട് കഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ യൂട്യൂബിൽ വീഡിയോ നോക്കി എനിക്കൊരു വീഡിയോ കിട്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന കേട്ടോ ഇത്. അതുപോലെ തന്നെ ചൂടാക്കുന്നതിനേക്കാളും നല്ലത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത് ചൂടാക്കാതെ കഴിക്കുന്നതായിരുന്നു. അപ്പോൾ ഇതൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ തീർച്ചയായിട്ടും ഒന്ന് ഇതുപോലെയും തയ്യാറാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ നല്ല ചുമയും അതുപോലെ നല്ല കഫമൊക്കെ മാറിക്കിട്ടാൻ വളരെ നല്ലതാണ് കേട്ടോ.